കുടിക്കുന്നെങ്കിൽ നല്ല ചൂട് ചായ കുടിക്കണം. അതും രാവിലെയും വൈകിട്ടും. നമ്മൾ മലയാളികളുടെ ഈ ചായ കുടി ശീലം അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നായി മാറുകയാണ്. ചായ അമിതമായി കുടിച്ചാൽ പണി കിട്ടുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ അടക്കം പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ചായകൾ ചൂടോടെ പേപ്പർ കപ്പിലാണ് കുടിക്കുന്നെങ്കിലോ പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മെ അത് നിത്യരോഗിയാക്കി മാറ്റുകയും ചെയ്യും. പേപ്പർ ഗ്ലാസ്സിൽ നിന്നും നാം കുടിക്കുന്ന ചായയാണ് ഇപ്പോൾ വില്ലനാകുന്നത്. പേപ്പർ കപ്പിൽ ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് മൈക്രോ പ്ലാസ്റ്റിക്, മറ്റ് അപകടകരമായ വസ്തുക്കൾ എന്നിവയുടെ വിഘടനം കാരണം ഡിസ്പോസിബിൾ പേപ്പർ കപ്പുകളിൽ വിളമ്പുന്ന ചൂടുള്ള പാനീയം അത് എന്ത് തന്നെ ആയാലും ശരി ആരോഗ്യത്തിന് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. IIT ഖരഗ്പൂരിലെ ഒരു കൂട്ടം ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പതിവായി പേപ്പർ കപ്പിൽ ചായ കുടിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ശ്വാസകോശ രോഗങ്ങൾക്കും ഇത് കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ അടുത്തിടെയാണ് മഹാരാഷ്ട്രയിലെ ബുൽധാന നഗരത്തിൽ അവിടുത്തെ ജില്ലാ കളക്ടർ ഡോക്ടർ കിരൺ പാട്ടീൽ പേപ്പർ കപ്പുകൾ നിരോധിക്കുന്നതിനുള്ള നിർദ്ദേശം പാസാക്കിയത്. വർദ്ധിച്ചു വരുന്ന ക്യാൻസർ കേസുകൾക്ക് പിന്നാലെ പ്രധാന കാരണം പേപ്പർ കപ്പുകളെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ വിദഗ്ധരെ ഉപയോഗിച്ച് ഇവ പരിശോധിക്കാൻ തീരുമാനിച്ചു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതായത് നിലവിൽ പേപ്പർ കപ്പുകൾക്ക് ക്യാൻസറുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും വോക്ഹാൾഡ് ഹോസ്പിറ്റൽസ് മീര റോട്ടിലെ കൺസൾട്ടന്റ് പറയുന്നത് പേപ്പർ കപ്പുകളും ഇതിനൊരു കാരണമാകുന്നു എന്നാണ്. എന്നാൽ മൈക്രോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പെർഫ്യൂളോറോ ആൽക്കൈൽ വസ്തുക്കൾ പോലുള്ള ലൈനിങ്ങുകൾ ക്യാൻസറിന് കാരണമാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ചായ നല്ല ചൂടോടുകൂടി കുടിക്കുന്നതും ദോഷം ചെയ്യും. ചായയോ കാപ്പിയോ പോലുള്ള പാനീയങ്ങൾ അമിതമായി ചൂടോടെ കുടിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അന്നനാള ക്യാൻസറും ഉയർന്ന ചൂടും തമ്മിലുള്ള ഒരു ബന്ധമാണ് പഠന വിധേയമാക്കിയത്. പാനീയങ്ങളുടെ രാസഘടന അർബുദത്തിന് കാരണമാകുന്നതായി കണ്ടെത്തിയെങ്കിലും ഉയർന്ന താപനിലയാണ് ഇവിടെ ആശങ്കയുണ്ടാക്കുന്നത്. ചൂടുള്ള ചായ കുടിക്കുന്നവർക്ക് അന്നനാളത്തെ ബാധിക്കുന്ന അപൂർവമായ ഓസോഫാഗൽ സ്ക്വാമസ് സെൽ കർസിനോമ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചൂട് ചായ കുടിക്കുന്നത് നാക്കിനെ പൊള്ളിക്കുന്നത് പോലെ തന്നെ അന്നനാളത്തെയും ഇത് പൊള്ളിക്കും. വർഷങ്ങളോളം ഈ പ്രക്രിയ തുടരുമ്പോൾ അന്നനാളത്തെ ദോഷകരമായി ഇത് ബാധിക്കുകയും ക്യാൻസറിലേക്ക് നയിക്കുകയും ചെയ്യും. കാപ്പിയും പുകവലിയും ഉയർന്ന പൂരിത കൊഴുപ്പമുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണവുമൊക്കെ കൂടിച്ചേർന്നാൽ ക്യാൻസറിന് കാരണമാകുമെന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൂടുള്ള ഭക്ഷണങ്ങൾക്കും ഇത് ബാധകമാണ്. മദ്യപിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും ചൂട് കൂടുതലായി ദോഷകരമായി തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചായ ആയാലും കാപ്പിയായാലും കുടിക്കുന്നതിന് മുമ്പ് 1-2 മിനിറ്റ് തണുപ്പിക്കുക. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഗവേഷണ വിഭാഗം പറയുന്നത് 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ ക്യാൻസറിന് കാരണമാകും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൂടുള്ള പാനീയങ്ങൾക്ക് പുറമെ പുകവലിക്കുകയും കൊഴുപ്പ് കൂടുതലുള്ള മാംസാഹാരം കഴിക്കുന്നതുമൊക്കെ അന്നനാള ക്യാൻസർ വരാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് ഗവേഷകർ കണ്ടെത്തുന്നത്. അതായത് വേവോളം കാത്താൽ ആറുവോളം കൂടെ കാത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. ചൂടുള്ള ഭക്ഷണം അല്ലെങ്കിൽ പാനീയങ്ങൾ കഴിക്കുന്നതിന് മുൻപ് 1-2 മിനിറ്റ് അത് ഒന്ന് ആറുന്നത് വരെ കാത്തിരിക്കുക. അതിന് പിന്നാലെ കഴിക്കുന്നത് അന്നനാള ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങളും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.